ഇപ്പൊ എല്ലാരെയും പ്രശ്നമാണ് നെറ്റ് സ്പീഡില്ല. നമ്മൾ ഒരുപാട് വീഡിയോ ഇന്റർനെറ്റ് സ്പീഡ് കൂട്ടാൻ വേണ്ടി ചെയ്തിക്ക് പലർക്കും വർക്കിംഗ് ആണ്, ചിലർക്ക് വർക്കിംഗ് അല്ല, എല്ലാത്തിലും വർക്ക് ചെയ്യലോ. ഇന്നത്തെ ഈ വീഡിയോയില് നമ്മളെ നെറ്റ്വർക്ക് സ്പീഡ് മാക്സിമം നമുക്ക് കൂട്ടാൻ പറ്റുന്ന ചെറിയൊരു ട്രിക്കാണ്, ചെറിയൊരു സെറ്റിംഗ്സ് ആണ്. ചില ഫോണിൽ ഇത് വർക്കാവും, ചില ഫോണിൽ വർക്കാകില്ല. വർക്കാകാത്ത ഫോണിൽ എന്ത് ചെയ്യണമെന്ന് അതും വീഡിയോന്റെ ലാസ്റ്റ് പറയും. അതുപോലെ ഇതുകൊണ്ടുള്ളൊരു മോശമുണ്ട്, അതും ലാസ്റ്റ് പറയും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഒന്നാമത്തെ, നിങ്ങളെ ഫോണിന്റെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ സ്റ്റാർ ആഷ് 4636 സ്റ്റാർ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന ഒരു പേജിലേക്ക് പോകും. ഈ പേജിൽ മേലെ തന്നെ ഫോൺ ഇൻഫർമേഷൻ 1, ഫോൺ ഇൻഫർമേഷൻ 2 എന്നൊക്കെ കാണും. അതിൽ ഫോൺ ഇൻഫർമേഷൻ 1 അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം സെറ്റ് പ്രിഫേർഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്ന്, അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ ഡീഫാൾട്ടായിട്ട് ഒന്നിലുണ്ടാവും, അത് ഒഴിവാക്കിയിട്ട് കുറച്ച് മേലോട്ടുണ്ടാകുക കേട്ടോ. LTE ഓൺലി എന്ന് കാണാം. ഇതിലേക്ക് മാറ്റി കൊടുക്കുക. അതിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി, നിങ്ങളെ നെറ്റ്വർക്ക് സ്പീഡ് മാക്സിമം കൂടും. അതായത് നമുക്ക് 4G 5G ഇപ്പം ഇല്ലല്ലോ, 4G കറക്റ്റായിട്ട് ഉപയോഗിക്കാനാവും. ഇനിയുള്ള പ്രശ്നം എന്താ വെച്ചാൽ എല്ലാ ഫോണിലും ഇത് വർക്ക് ചെയ്യല. ഇപ്പൊ സാംസങ്ങിന്റെ ഒരു ഫോൺ ഇട്ട് ഇങ്ങനെ അടിച്ചു നോക്കിയാൽ കിട്ടിയല്ല. അതുപോലെ ചില കമ്പനീന്റെ ഫോണിലൊന്നും ഇത് വർക്ക് ചെയ്യല. അങ്ങനത്തെ എന്ത് ചെയ്യുക, ഫോഴ്സ് LTE എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതേ സംഭവം തന്നെ ആപ്ലിക്കേഷനിൽ കൂടെ നമുക്ക് ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് നെക്സ്റ്റ് പ്രൈവസി പോളിസി അഗ്രിമെന്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് നിങ്ങളെ ഫോൺ ആൻഡ്രോയിഡ് 11 മുകളിലുള്ളതാണോ 11 താഴെയുള്ളതാണോ എന്ന് സെലക്ട് ചെയ്യാൻ പറയും. ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ്രോയിഡ് 11 താഴെയുള്ളതാണെങ്കിൽ ബിലോ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്താൽ നേരത്തെ നമ്മൾ കാണിച്ച അതേ സെറ്റിംഗ്സ് ഇവിടെ കാണും. സെറ്റ് പ്രിഫേർഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് LTE ഓൺലിയിലേക്ക് മാറ്റി കൊടുക്കുക. സംഭവം തിരിഞ്ഞിക്ക പണ്ടാരോ പറഞ്ഞെങ്കിൽ ഈ കരിമ്പിന് കമ്പ് കേടുന്ന് ആ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കുഴപ്പമുള്ള എന്താണെന്ന് വെച്ചാൽ ഈ സെറ്റിംഗ്സ് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഫോണിന്റെ ബാറ്ററി സാധാരണ തീരുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി വേഗം തീരും. അതായത് ഫോണിന്റെ ബാറ്ററി കൺസ്യൂം കൂടുതലാവും. കാരണം ഇന്റർനെറ്റ് സ്പീഡ് കൂടുന്നേരം വർക്കിംഗ് കൂടും, അതുപോലെ തന്നെ അതിനനുസരിച്ച് ബാറ്ററി കൺസ്യൂം കൂടും. അപ്പൊ നിങ്ങളെ നെറ്റ്വർക്കിന് സ്പീഡ് കുറവാകണ്ടേ ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് എത്രത്തോളം നിങ്ങൾക്ക് സ്പീഡ് കൂടി കിട്ടിയേക്കെന്ന് കമന്റ് ചെയ്യുക. ഒലിക്ക് നെറ്റ്വർക്ക് സ്പീഡ് കുറവാണ്ടേ ഓലും കൂട്ടിക്കോട്ടെ എന്ന്. ഇഷ്ടപ്പെട്ടിരിക്കുന്ന വീഡിയോ ഒക്കെ ഒരു ലൈക്ക് കൊടുത്തേക്ക്. നമുക്ക് ബൂസ്റ്റ് കുറവാണ്ടേ അതും ഒന്ന് കൂടിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.